കൊല്ലത്ത് 2.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ജീവനൊടുക്കി. കൊല്ലം മയ്യനാട് വലിയവിള അജീഷ് ഭവനിൽ അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. രോഗം ബാധിച്ചതിലെ മനോവിഷമവും സാമ്പത്തിക ബാധ്യതയുമാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മയ്യനാട് കാരക്കുഴിയിൽ സുചിത്രാമുക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മാതാപിതാക്കൾക്കൊപ്പം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അജീഷ. പ്രവാസിയായ അജീഷ വിവിധ രോഗങ്ങളെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ 1 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഇപ്പോൾ വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടെ 2 ആഴ്ച മുമ്പ് നടത്തിയ പരിശോധനയിൽ അർബുദമാണ് തനിക്കെന്ന് തിരിച്ചറിഞ്ഞു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു അജീഷും കുടുംബവും. കൂടാതെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുറി പൂട്ടി ഉറങ്ങാൻ കിടന്ന മൂവരും പകൽ ഏറെ നേരമായിട്ടും പുറത്തു കാണാതായതോടെ വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മുറിക്കുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടത്. കഴിഞ്ഞ ദിവസം RCCയിൽ പോയിരുന്നു. ക്യാൻസർ ഇങ്ങനെ രോഗം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളൊരു വിവരം ഈ സംഭവത്തിന് ശേഷമാണ് അറിഞ്ഞിരുന്നത്. ഇവരാരോടും പറയാൻ തയ്യാറാവുകയോ എന്നോട് തന്നെ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം നമ്മളോട് ആരോടും ഇവർ പറഞ്ഞിരുന്നില്ല. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. രോഗവും സാമ്പത്തിക ബാധ്യതയും ജീവനെടുക്കാൻ കാരണമെന്ന് പറയുന്ന അജീഷിന്റെ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. അജീഷിന് അർബുദം സ്ഥിരീകരിച്ചിട്ട് 2 ആഴ്ചയായും കുറിപ്പിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ക്യാൻസറും ഡിറ്റക്ട് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സ്ട്രെസ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷണം ചെയ്യുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ, കൊല്ലം.